ജനങ്ങൾക്ക് സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ വളർത്തിയെടുക്കുവാനും അവർ തമ്മിൽ ഒരുമയും ഐക്യവും സാധ്യമാക്കുവാനും മാനവിക ഐക്യം ഉയർത്തിപ്പിടിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുവാനുമായി രൂപം കൊണ്ട ആലത്തൂർ സൗഹൃദവേദി ലഹരിക്കും മയക്കുമരുന്നിനുമെതിരെ നടത്തുന്ന ബോധവൽക്കരണ ജാഥയാണ് ഈ വഴിത്താരയിലൂടെ കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, ആശീർവദിക്കുക, അനുമോദിക്കുക. തുടർന്ന് ദേശീയ മൈതാനത്ത് വെച്ച് നടക്കുന്ന പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആലത്തൂർ സർക്കിൾ ഇൻസ്പെക്ടർ TN ഉണ്ണികൃഷ്ണൻ അവർ നമ്മെ അഭിസംബോധന ചെയ്യുന്നതാണ്. കൈകൾ ചേർത്ത് പിടിക്കാം. ഏക സൗഹൃദ ബന്ധങ്ങൾ വളർത്തിയെടുക്കുവാനും അവർ തമ്മിൽ ഒരുമയും ഐക്യവും സാധ്യമാക്കുവാനും മാനവിക ഐക്യം ഉയർത്തിപ്പിടിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുവാനുമായി രൂപം കൊണ്ട ആലത്തൂർ സൗഹൃദവേദി ലഹരിക്കും മയക്കുമരുന്നിനുമെതിരെ നടത്തുന്ന ജാഥയാണ് ഈ വാഹനത്തിൽ വഴിത്താരയിലൂടെ കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, ആശീർവദിക്കുക, അഭിവാദ്യം അർപ്പിക്കുക. പ്രിയമുള്ളവരെ, മഹനീയമായ ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യമത രാഷ്ട്രീയത്തിൽ തന്നെ ആലത്തൂർ ജനങ്ങൾക്കിടയിൽ ഏക സൗഹൃദ ബന്ധങ്ങൾ വളർത്തിയെടുക്കുവാനും അവർ തമ്മിൽ ഒരുമയും ഐക്യവും സാധ്യമാക്കുവാനും മാനവിക ഐക്യം ഉയർത്തിപ്പിടിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുവാനുമായി രൂപം കൊണ്ട ആലത്തൂർ സൗഹൃദവേദി ലഹരി ജാഥയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി വന്നുകൊണ്ടിരിക്കുന്നത്. ആശീർവദിക്കുക, അഭിവാദ്യം അർപ്പിക്കുക. പ്രിയമുള്ളവരെ, കൈകൾ ചേർത്ത് പിടിക്കാം. കൈകൾ ചേർത്ത് പിടിക്കാം. ഒരു മനുഷ്യൻ ചെയ്യാത്ത അതിക്രമങ്ങളും ക്രൂരതകളുമാണ് യഥാർത്ഥത്തിൽ ലഹരി കഴിച്ചവൻ ചെയ്തു കൂട്ടുന്നത്. അത് വ്യക്തിക്ക് മാത്രമല്ല, കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും തന്നെയും ദോഷകരമായി ബാധിക്കുന്ന വിപത്താണ്. വിദ്യാർത്ഥി യുവജനങ്ങളെ നശിപ്പിക്കുകയും സാമൂഹിക ബന്ധങ്ങളെ തകർക്കുകയും കുടുംബങ്ങളെ ഇല്ലാതാക്കുകയും ബുദ്ധിയെ മരവിപ്പിക്കുകയും ജീവിതങ്ങളെ ചതച്ചരക്കുകയും ജീവനുകളെ അറുകൊല ചെയ്യുകയും ചെയ്യുന്ന, ആരോഗ്യത്തെ കാർന്നു നിന്ന് മനുഷ്യനെ തകർത്തുകൊണ്ടിരിക്കുന്ന, മനുഷ്യന് സങ്കല്പിക്കാനാവാത്ത അതിഹീനമായ കുറ്റകൃത്യങ്ങളുടെ ഉറവിടമായ ലഹരിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. തീർച്ചയായും സാമൂഹിക പരിഷ്കർത്താക്കളും നവോത്ഥാന നായകന്മാരും മതനേതാക്കളും പ്രവാചകന്മാരും വേദങ്ങളുമെല്ലാം ലഹരിക്കെതിരെ വളവുങ്ങിയിട്ടുണ്ട്. അതിനാൽ മതവിശ്വാസികളും മതമില്ലാത്തവരും സർക്കാരും പൊതുജനങ്ങളുമെല്ലാം ഒന്നിച്ചു ചേർന്ന് യുദ്ധം പ്രഖ്യാപിക്കാതെ പൂർണ്ണമായി ഈ പിശാചിനെ ഇല്ലാതാക്കാനാവില്ല. മനുഷ്യനെ മയക്കുന്ന കറുപ്പ് മതമല്ല, മദ്യവും മയക്കുമരുന്നുമാണ് എന്ന് നാം തിരിച്ചറിയുന്നു. അവയ്ക്കെതിരെ ബോധവൽക്കരണം നടത്തിയാൽ മാത്രം മതിയാവില്ല, സമ്പൂർണ്ണ നിരോധനം തന്നെ ഏർപ്പെടുത്തണം. പക്ഷേ ഇച്ഛാശക്തിയുള്ള സർക്കാരുകൾക്ക് അതിന് സാധ്യമാകൂ എന്നാണ് നമ്മുടെ അനുഭവം. മയക്കുമരുന്നിനെയുള്ള ഈ പോരാട്ടത്തിൽ ആലത്തൂരിലെ വിദ്യാർത്ഥികളും യുവാക്കളും മുതിർന്നവരും വ്യാപാരികളും വ്യവസായികളും സംഘടനകളും ക്ലബ്ബുകളും ഒന്നിച്ച് കൈകോർക്കണമെന്ന് ആലത്തൂർ സൗഹൃദവേദിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. വിവിധ സന്നദ്ധ സേവന സംഘടനകളുടെ സഹകരണത്തോടെ ആലത്തൂർ സൗഹൃദവേദി ലഹരിക്കെതിരെ നടത്തുന്ന ഈ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യ പ്രഭാഷണം നടത്തുന്നത്, അതിനായി ഇവിടെ എത്തിച്ചേർന്ന ആലത്തൂരിലെ ബഹുമാന്യനായ CI ശ്രീ TN ഉണ്ണികൃഷ്ണൻ സാറിനെ ഞാൻ ഹാർദമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുന്നത് ആലത്തൂർ സൗഹൃദവേദിയുടെ ആദരണീയനായ ചെയർമാൻ ശ്രീ രവികുമാർ സാറാണ്. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. ഇവിടെ ആശംസകൾ അർപ്പിച്ചുകൊണ്ടും പിന്തുണയ്ക്കാനുമായി എത്തിയ വിവിധ സന്നദ്ധ സേവന സംഘടനകളെ, അതിന്റെ ഭാരവാഹികളെ, പ്രവർത്തകരെ
ഞാൻ എല്ലാവരെയും പേരെടുത്ത് പറയാതെ തന്നെ ഇവിടത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിക്ക് ഞങ്ങൾക്ക് പിന്തുണ തന്ന കച്ചവടക്കാർ, വ്യാപാരികൾ, വ്യവസായികൾ, നാട്ടുകാർ, അതുപോലെ തന്നെ വളണ്ടിയർമാർ, ഇവിടെയുള്ള വിവിധ ക്ലബ്ബുകൾ, സ്പോർട്സ് ക്ലബ്ബുകൾ, സന്നദ്ധ സേവന ടീമുകൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷ ഭാഷണത്തിനായി ആദരണീയനായ ചെയർമാൻ ശ്രീ രവികുമാർ സാറിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു രാജ്യത്തെ നശിപ്പിക്കണമെങ്കിൽ ഒരു തുള്ളി രക്തം ചിന്താതെ ഒരു രാജ്യത്തെ നശിപ്പിക്കാൻ ആ രാജ്യത്തെ ചെറുപ്പക്കാരെ നശിപ്പിച്ചാൽ മതി. വേറെ ഒന്നും ചെയ്യണ്ട. ഒരു മിസൈലും വേണ്ട, ഡ്രോണും വേണ്ട, ഒന്നും വേണ്ട. ആ രാജ്യത്തെ ചെറുപ്പക്കാരെ ഒന്ന് നശിപ്പിച്ചു കൊടുത്താൽ ആ രാജ്യം നശിച്ചു കിട്ടും. ഇത് ചെയ്യുന്നത് ലഹരിയാണ്, രാസലഹരി. ഇന്ന് പ്രത്യേകിച്ച് എടുത്തു പറയാവുന്ന രാസലഹരിയാണ്. ഇതിനെതിരെയാണ് ലോകം യുദ്ധം ചെയ്യുന്നത്. എന്നിട്ടും എത്ര യുദ്ധം ചെയ്തിട്ടും കൃത്യമായ ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തുവാൻ സാധിക്കുന്നില്ല. അതിന് നീരാളിപ്പിത്തം അത്രയും ശക്തമാണ്. നമ്മുടെ ഇന്ത്യ രാജ്യം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം നമ്മൾ ഊറ്റം കൊള്ളും, അതിൽ അഭിമാനിക്കുന്നു എന്നെല്ലാം പറയും. പക്ഷെ നമ്മുടെ രാജ്യത്തും ഈ ആപത്ത് വളരെയേറെ വ്യാപിക്കുകയാണ്. ഞാൻ ലഹരി ഉപയോഗിക്കുന്നില്ല, എൻ്റെ കുടുംബം ഉപയോഗിക്കുന്നില്ല, എൻ്റെ മക്കൾ ഉപയോഗിക്കുന്നില്ല. പക്ഷെ എനിക്ക് എൻ്റെ പേരക്കുട്ടിയെ കുറിച്ച് ആശങ്കയുണ്ട്. 3 വയസ്സായിട്ടുള്ളൂ. ഇവൻ വളർന്നു വരുന്ന കാലത്ത് നമ്മുടെ രാജ്യം എന്തായിരിക്കും എനിക്ക് ഉറപ്പില്ല. ഒരു പക്ഷെ അവനും രക്ഷപ്പെട്ടു പോയാൽ അവന്റെ അടുത്ത തലമുറ ഈ രാജ്യം ഈ രീതിയിലാണ് പോകുന്നത് എങ്കിൽ അവർ എങ്ങനെ എത്തുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അവരെ കരുതിയെങ്കിലും നമ്മൾ ഇപ്പോൾ തന്നെ ഈ ആപത്ത് ഇല്ലാതാക്കണം. അതിനായി ഒരു ബോധവത്കരണം, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്കിടയിൽ ഇത്രയും കുട്ടികൾ എത്തിച്ചേർന്നതിൽ അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അവരെങ്കിലും ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കണം, ഇതിനെതിരെ പ്രവർത്തിക്കും. പിന്നെ മക്കളോട് ഒരു കാര്യം ഞാൻ പറയാനുള്ളത്, നിങ്ങൾക്കറിയാം ഏത് കുട്ടി ഉപയോഗിക്കുന്നുണ്ടെന്ന്. ദയവ് ചെയ്ത് അവനോട് പോലും നിങ്ങൾ പറയരുത്. നിങ്ങളുടെ വീട്ടിൽ പോലും പറയാതെ നിയമപാലകരെ അറിയിക്കണം. കാരണം ഈ ചെവി വഴി ചോരുമ്പോഴാണ് കുട്ടികൾ തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നത്. ആ ചോർച്ചയില്ലാതെ നിയമപാലകരെ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം എത്തി സമീപിച്ച് ഇക്കാര്യം പറയാം. വീട്ടിൽ പറഞ്ഞാൽ ചിലപ്പോൾ അമ്മമാരോ പെങ്ങന്മാരോ അനിയന്മാരോ അവര് മഹത്വം നടിച്ച് എൻ്റെ മകൾ അതിനെതിരെ പോയി ഇങ്ങനെ പറഞ്ഞു പറയും. അത് കേൾക്കുമ്പോൾ ആ സംഘം നിങ്ങളെ ചിലപ്പോൾ വളഞ്ഞിട്ട് ആക്രമിക്കും. അതുള്ളപ്പോൾ നേരെ നിയമപാലകരുടെ അടുത്ത് പറയുക, അവിടെ നിന്ന് ഒരു കാരണവശാലും ചോരില്ല. നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ ഈ രാജ്യം രക്ഷപ്പെടൂ. അല്ലാതെ വയസ്സായ ഞങ്ങൾ വിചാരിച്ചിട്ടല്ല. ചെറുപ്പക്കാരായ നിങ്ങൾ കുട്ടികൾ വിചാരിച്ചാൽ മാത്രമേ ഈ രാജ്യം രക്ഷപ്പെടൂ. ഈ രാജ്യത്തെ രക്ഷിക്കാൻ നിങ്ങളെ കൊണ്ട് മാത്രമേ കഴിയൂ. അതിന് തയ്യാറാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട CI സാറിനെ ഉദ്ഘാടനത്തിനെ ക്ഷണിക്കുന്നു. എന്താണ് ഈ ഒരു ലഹരിക്കെതിരെയുള്ള പ്രതിവിധി, അല്ലെങ്കിൽ ഈ ഒരു ആപത്തിനെതിരെയുള്ള പ്രതിവിധി? നമ്മുടെ കുട്ടികളെ, നമ്മുടെ യുവജനതയെ നമുക്ക് എങ്ങനെ രക്ഷിക്കാം? ഇവിടെ ഒറ്റ മാർഗമേ, അല്ലെങ്കിൽ ഒറ്റ ഒരു പ്രതിവിധിയെ ഞാൻ കാണുന്നുള്ളൂ. ഈ ഒരു ലഹരിക്കെതിരെ മറ്റൊരു ലഹരി വളർത്തിയെടുക്കുക എന്നത് മാത്രമാണ് ഈ ഒരു ആപത്തിനെതിരെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ എന്താണ് ആ മറ്റൊരു ലഹരി എന്നത്? അതാണ്, അവിടെയാണ് പേരൻ്റായിട്ടുള്ള, മാതാപിതാക്കളായിട്ടുള്ള, അച്ഛനമ്മമാരായിട്ടുള്ള നമ്മുടെ എല്ലാം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഓരോ അച്ഛൻ്റെയും അമ്മയുടെയും ചൂടും അനുഭവിച്ച ഒരു കുട്ടിയും ഇന്ന് ഈ ഒരു രാസലഹരിക്കെതിരെ പോകില്ല എന്നത് 100% ഉറപ്പാണ്. എന്തുകൊണ്ട് നമ്മുടെ മക്കൾ വീണ്ടും അതിലേക്ക് പോകുന്നു എന്ന കാര്യം ഓരോ മാതാപിതാക്കളും, ഓരോ ആളുകളും, ഇന്നെൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾ നാളെ നിങ്ങൾ ആണ് ആ ഒരു സ്ഥാനത്തേക്ക് എത്തുന്നത്. എന്തുകൊണ്ട് നമ്മുടെ മക്കൾ ഈ ഒരു ലഹരിക്കെതിരെ, ഈ രാസലഹരിക്കെതിരെ നമ്മുടെ സ്നേഹവും നമ്മുടെ ലാളനകളും, അല്ലെങ്കിൽ നാം എന്താണെന്ന് അറിഞ്ഞ ഒരു കുട്ടിയും ഈ ഒരു വിപത്തിനെതിരെ അല്ലെങ്കിൽ അതിൻ്റെ സുഹൃത്തായിട്ട് പോകില്ല എന്നത് 100% ഉറപ്പാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുട്ടി, എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ, എൻ്റെ പേരക്കുട്ടി, അല്ലെങ്കിൽ ഞാൻ അറിയുന്ന മറ്റൊരു കുട്ടികൾ, അല്ലെങ്കിൽ നമ്മുടെ യുവതലമുറ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് നാം തന്നെയാണ്. അതിൽ ഓരോ പേരൻറ്റും ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തേ പറ്റൂ. അതിൽ നിന്ന് നമ്മുടെ കുട്ടികളെ പിന്തിരിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ
അത് 100% നമുക്ക് ഈ ഒരു വിപത്തിനെതിരെ പൊരുതാൻ അല്ലെങ്കിൽ അതിൽ നിന്നും നമ്മുടെ കുട്ടികളെ പിന്തിരിപ്പിക്കാൻ കഴിയും. അത് എങ്ങനെ സാധിക്കും എന്നുള്ളതാണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കുട്ടികളെ എങ്ങനെ നമുക്കിതിൽ നിന്ന് പിന്തിരിപ്പിക്കാം? ഞാൻ എവിടെ പ്രസംഗിക്കാനോ അല്ലെങ്കിൽ എവിടെ സംസാരിക്കാൻ കിട്ടുമ്പോൾ അവസരം ഞാൻ പറയുന്നൊരു കാര്യം, പ്രിയപ്പെട്ട മാതാപിതാക്കളെ അല്ലെങ്കിൽ പ്രിയപ്പെട്ട അച്ഛന്മാരും, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ഓരോ ദിവസവും ഒന്ന് നിങ്ങളോട് ചേർത്ത്, നിങ്ങളുടെ ശരീരത്തോട് ചേർത്ത്, നിങ്ങളുടെ മാറോട് ചേർത്ത് ഒരു നിമിഷം അവനെ അല്ലെങ്കിൽ അവളെ ആലിംഗനം ചെയ്യുക. അവളെ അവളുടെ നെറ്റിയിൽ അല്ലെങ്കിൽ അവൻ്റെ നെറ്റിയിൽ ഒരു ചുംബനം കൊടുക്കുക. സ്നേഹത്തോടെ ചേർത്ത് നിർത്തുക. ഇന്ന് നമ്മൾക്കൊന്നും അതിന് നേരമില്ല. ഏതെങ്കിലും ഒരു ദിവസം കിട്ടിയാൽ, ഏതെങ്കിലും ഒരു സമയം കിട്ടിയാൽ നമുക്ക് നമ്മുടെ സുഹൃത്ത് എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലാണ്. അച്ഛനായാലും അമ്മയായാലും അല്ലെങ്കിൽ ആരായാലും കിട്ടുന്ന സമയമൊക്കെ നമ്മൾ അതിൻ്റെ പിന്നാലെ പോകും. പിന്നെ എങ്ങനെയാണ് നമുക്ക് അവരെ നല്ല വഴികൾ പറഞ്ഞു കൊടുക്കാൻ കഴിയുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ കുട്ടികളുടെ ഓരോ ആവശ്യങ്ങളും നിങ്ങൾ ഇന്ന് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിരസിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല എന്ന് തന്നെയാണ് അവിടെ മറുപടി. പക്ഷെ നമ്മളൊക്കെ, അതായത് ഞാൻ പറയുന്നത് എൻ്റെ പ്രായവും അല്ലെങ്കിൽ എന്നേക്കാൾ മുതിർന്ന ആളുകളും തന്നെയാണ്. നമ്മുടെ ചെറുപ്പകാലങ്ങൾ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ നാം വളർന്ന കാലഘട്ടങ്ങൾ എങ്ങനെയായിരുന്നു? നമുക്ക് നമ്മുടെ അച്ഛനമ്മമാർ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നിങ്ങൾക്ക് ഒരു ബുക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞാൽ എത്രയോ ആവശ്യപ്പെട്ടിട്ടാണ് കിട്ടാറ്. പക്ഷെ ഇന്ന് നമ്മുടെ കുട്ടികൾക്കോ നമ്മൾ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? അവരുടെ ഒരാവശ്യവും നമ്മൾ നിരുത്സാഹപ്പെടുത്താറില്ല. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അപ്പോൾ തന്നെ ചെയ്തു കൊടുത്ത് അതിലേക്ക് നമ്മൾ അവരെ എത്തിച്ചു കൊടുത്ത് ഒരു കാര്യങ്ങൾക്കും നമ്മൾ അവരെ ഒരു ബുദ്ധിമുട്ട്, ₹1 ഉണ്ടാകുന്നതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കാറില്ല. അവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അല്ലെങ്കിൽ എത്ര ബുദ്ധിമുട്ടിയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ, മാതാപിതാക്കളായ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാൽ ആ ഒരു പേരൻറ്റിംഗ് ആണ്. അല്ലെങ്കിൽ ഓരോ വിപത്തുകളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ, നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചാൽ അവിടെ തീരും ഈ ഒരു പ്രശ്നം. അതിന് നാം തയ്യാറാവുക എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പേരൻറ്റുകളായിട്ടുള്ള, അതായത് മാതാപിതാക്കളായിട്ടുള്ള എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോരുത്തരോടും പറയാനുള്ളത്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട, ഞാൻ എപ്പോഴും സംവദിക്കുന്ന കുട്ടികളാണ്. NCC കേഡറ്റ്സ് ആയാലും നമ്മുടെ SPC കുട്ടികളായാലും എൻ്റെ NSSൻ്റെ കുട്ടികളായാലും സ്കൗട്ടിൻ്റെ കുട്ടികളായാലും റെഡ് വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള കുട്ടികളായാലും എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയാനുള്ളത്, ഇന്ന് നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വേൾഡാണ്. ഓരോ മത്സരവും നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങളെ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും സേഫായിട്ടിരിക്കുന്ന വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാലയത്തിൻ്റെ പുറത്ത് നിങ്ങളെ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകളൊക്കെ തന്നെ നിങ്ങളെ കാത്തിരിക്കുന്നത് ഇന്ന് നേരത്തെ പറഞ്ഞ ഈ ഒരു ലഹരി മാഫിയ അല്ലെങ്കിൽ ലഹരിയുടെ അടിമകളാക്കി മാറ്റാനുള്ളതാണ്. നാം തിരഞ്ഞെടുക്കുക, നമ്മുടെ വഴി നാം തിരഞ്ഞെടുക്കുക. എൻ്റെ ജീവിതം ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്നും, ഞാൻ ഈ വേൾഡിൽ പിടിച്ചു നിൽക്കുമെന്നും, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ള ഓരോ ലക്ഷ്യങ്ങളും, ഓരോ ഗോള് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് ഞാൻ മുന്നേറി അതിലെത്തിച്ചേരുമെന്ന് നാം ഒരു പ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ അവിടെ നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഇവിടെ ഇന്ന് കാണുന്ന ഓരോ പ്രശ്നങ്ങൾക്കും ഒരുപാട് നിരവധി കാരണങ്ങളുണ്ട്. അതിന് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബ്രോക്കൺ ഫാമിലി ആയിരിക്കാം. ഇതൊക്കെ പല തരത്തിലുള്ള കാരണങ്ങളായിരിക്കും. പക്ഷെ അതിലേക്കൊന്നും പോവാതെ എൻ്റെ ലക്ഷ്യം ഇതാണ്, ഒരു യഥാർത്ഥ പൗരനായി അല്ലെങ്കിൽ ഈ നാടിൻ്റെ ഏറ്റവും നല്ല ഒരു വ്യക്തിയായി ഞാൻ മാറുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു രാസലഹരിക്കോ ഒരു തെറ്റായ വഴിയിലൂടെ ഞാൻ പോകില്ല എന്ന ഉറപ്പായ ദൃഢപ്രതിജ്ഞയോടെ നിങ്ങൾ മുന്നേറുക. അതിൽ മുന്നേറാൻ വേണ്ടിയുള്ള എല്ലാ സഹായ സഹകരണങ്ങളും തരാൻ നിങ്ങളുടെ അച്ഛനമ്മമാർ ഇവിടെ തയ്യാറാണ്. അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ അച്ഛനമ്മമാർ നിങ്ങളെ വളർത്തുന്നത് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ആലത്തൂർ ബിസിനസ് ക്ലബ് പ്രസിഡന്റ് ശ്രീ മുസ്തഫയെ സാദരം ക്ഷണിക്കുന്നു. നിങ്ങളെ കൊണ്ട് പറ്റുന്നത്, നിങ്ങൾ ഇത് എവിടെയെങ്കിലും അറിഞ്ഞാൽ നിങ്ങൾ നേരിട്ട് അവരെ പ്രതിരോധിക്കാൻ പോകേണ്ട ആവശ്യമേ ഇല്ല. അത് നിങ്ങളുടെ HM-നെയോ പ്രിൻസിപ്പലിനെ അറിയിക്കാം, അല്ലെങ്കിൽ നിയമപാലകരായിരിക്കും. വേറെ ആരും നിങ്ങളുടെ വീട്ടിൽ പോലും ഇത് പറയണ്ട. നിങ്ങളിത് അറിഞ്ഞെന്നുള്ളത് നിങ്ങളുടെ സുഹൃത്തുക്കളെ അറിയിക്കേണ്ട. നിങ്ങൾക്ക് യാതൊരു പ്രയാസവും ഇല്ലാതെ നിങ്ങളുടെ പേര് പുറത്തു വരാതെ അവരിത് കൈകാര്യം ചെയ്തോളൂ. അതുപോലെ തന്നെ നമ്മുടെ വ്യാപാരി സുഹൃത്തുക്കൾ, അവർക്കും ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. കാരണം അവരുടെ സ്ഥാപനത്തിന്റെ അടുത്തുള്ള ബിൽഡിങ്ങിൽ, ഇപ്പൊ ഈ സർവേ വന്നത് ചില ബിൽഡിങ്ങിന്റെ പുറകിലാണ് നടക്കുന്നത്, ബിസിനസ് നടക്കുന്നത്. ചില ബിൽഡിങ്ങിന്റെ പുറകിലുള്ള ഗ്യാപ്പുകളിലൊക്കെയാണ് ഇത് അവിടെ പോയി നിന്ന് ഇതിന്റെ കൈകാര്യങ്ങളും ബിസിനസ് ട്രാൻസാക്ഷനൊക്കെ നടക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ സ്ഥാപനത്തിൽ ഇരിക്കുമ്പോൾ കാണാനിടയായാൽ
ഞാൻ ഇതിനു മുമ്പ് ഒരു യോഗത്തിലും ഇത് പറഞ്ഞാണ്. നമ്മൾക്ക് അങ്ങനെ കാണേണ്ട സാഹചര്യം നിങ്ങൾ അവരെ വിലക്കാൻ പോകണ്ട. ചില ആൾക്കാർ ഭയന്നുകൊണ്ടിരിക്കും. കാരണം നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിൽക്കണം, അവരെവിടെ പോട്ടെ, എന്തോ ചെയ്യട്ടെ എന്നുള്ള ചിന്ത നമ്മളുടെ പലരിലും ഉണ്ട്. അതരുത്, അത് ചെയ്യരുത്. അങ്ങനെ നമ്മളത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പോലീസിനെ അറിയിക്കുക, അല്ലെ എക്സൈസിനെ അറിയിക്കുക. നമ്മളത് പിടിക്കാൻ നിൽക്കണ്ട. നമ്മുടെ പേര് ഒരിക്കലും അവർ പുറത്തും പറയില്ല. അങ്ങനെ എവിടെയെങ്കിലും നമ്മുടെ സ്ഥാപനങ്ങളുടെ അടുത്തുള്ള ബിൽഡിങ്ങിന്റെ പുറകിലായിട്ട് ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ എവിടെയെങ്കിലും ഇത് കാണാൻ സാഹചര്യം ഉണ്ടായാൽ, അറിയാൻ സാഹചര്യം ഉണ്ടായാൽ ഉടനെ തന്നെ ബന്ധപ്പെട്ടവരെ അറിയിക്കാൻ നമ്മൾ ഒരിക്കലും മടി കാണിക്കരുത്. കാരണം വിദ്യാർത്ഥികളുടെ അവരെ സ്നേഹിക്കാനും അവരെ കെട്ടിപ്പിടിക്കാനും അവരോട് അതാത് ദിവസങ്ങളിൽ സ്കൂളിലെയും അവർ പോയ കാര്യങ്ങളും വിശേഷങ്ങൾ അന്വേഷിക്കാനും നമ്മളൊരു ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ കുറേ കാര്യങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യും. അവരുടെ ബാഗുകൾ നിങ്ങൾക്ക് നോക്കാം. കാരണം ഈ കുട്ടികളുടെ ബാഗ് പരിശോധിക്കാൻ ഒരുപക്ഷെ അധ്യാപകർക്ക് ഒരു പരിമിതികളുണ്ടാവും, മറ്റു പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും വന്നൊരു പരിമിതികളുണ്ടാവും. പക്ഷെ അത് വീട്ടിലേക്ക് വരുമ്പോൾ അച്ഛനിക്കും അമ്മയ്ക്കും ആ കാര്യം പരിശോധിക്കാൻ കഴിയും. അവരുടെ റൂമിലേക്ക് നമ്മൾക്ക് കയറി ചെല്ലണം, റൂമിന്റെ അരുകും മൂക്കും നമ്മൾ അടിച്ചു വരുമ്പോൾ എന്തൊക്കെ കിട്ടുന്നതെന്ന് നോക്കണം, അവരുടെ ബാഗ് ഒന്ന് തുറന്ന് നോക്കണം. ബാഗ് മാത്രമല്ല, ഇപ്പൊ പറയുന്ന അവരുപയോഗിക്കുന്ന പേന തുറന്ന് അതിന്റെ ട്യൂബ് എടുത്ത് നിങ്ങൾ പുറത്തേക്ക് എടുത്തിട്ട് നോക്കണമെന്നാണ് പറയുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഏതാണ്ട് 4 or 5 അല്ലെങ്കിൽ അടുത്ത വർഷങ്ങളിലായിട്ട് നമുക്ക് അറിയപ്പെടുന്ന ഒരു സാധനമാണ് MDMA. അതുപോലെ ഈ MDMA എന്ന് പറയുന്നത് പഞ്ചസാര തരികൾ പോലെ ഇരിക്കുമെന്നാണ് പറയുന്നത്. 2 തരി നാവിന്റെ തുമ്പത്ത് വെച്ചാൽ മതി. അങ്ങനത്തെ ഒരു 10 എണ്ണം ആ പേനയുടെ പുറകിൽ വെച്ച് നടക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ഇൻസ്ട്രുമെന്റ് ബോക്സും ബാഗും മാത്രമല്ല പേന പോലും തുറന്നു നോക്കേണ്ട സാഹചര്യമാണ് വരുന്നത്. അത്തരം രീതിയിൽ രക്ഷിതാക്കൾക്ക് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഒരു സംശയം തോന്നിയാൽ അവരുടെ മുന്നിൽ ബഹളം വയ്ക്കാനോ വടക്കിന് പോകാനോ അടിക്കാനോ അല്ല നിൽക്കണ്ടേ. അവരെ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കാൻ രക്ഷിതാക്കളും ശ്രമിക്കണം. രക്ഷിതാക്കളെ കൊണ്ടേ അത് കഴിയൂ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൂട്ടായ പ്രവർത്തനത്തിലൂടെ എല്ലാവരും ചേർന്ന് അത് പരിഹരിക്കാൻ ശ്രമിച്ചാൽ നമ്മൾക്കിതൊരു പരിധി വരെ നമ്മുടെ നാട്ടിൽ നിന്നും ഇത് തുടച്ചു നീക്കാൻ കഴിയും. എല്ലാറ്റിലും ഇപ്പം ലഹരിയാണ്. ഇപ്പോൾ വൈകുന്നേരം 6 മണിയായാൽ ലഹരി ബീവറേജിലേക്ക് പോകുക എന്നുള്ള ലഹരിയായി. അതുപോലെ രാവിലെ എണീക്കുമ്പോൾ ഒരു ചായ കുടിക്കാനുള്ള ലഹരി. അങ്ങനെ ലഹരിൻ്റെ 5 കളിയാണ് ഇപ്പോൾ നാട് മുഴുവൻ നടന്നിരിക്കുന്നത്. അപ്പോൾ ലഹരിക്കെതിരെ സൗഹൃദവേദി ആദ്യമായി ഇങ്ങനെയൊരു പരിപാടി ഇവിടെ നടപ്പിലാക്കാൻ അവർ മുൻകൈ എടുത്തതിന് അവരെ അഭിനന്ദിക്കുകയാണ്. ഇവിടെ ലഹരിയെ പറ്റി ഇവിടെ CIയും മറ്റുള്ളവരൊക്കെ കുറേ കാര്യങ്ങൾ പറയുകയുണ്ടായി. കുട്ടികളിലാണ് ഇത് അധികം ഉണ്ടാകുന്നത്. ഞാൻ ഈ വീഴ്മലിൻ്റെ ഓരത്തു കൂടിയാണ് എൻ്റെ കൃഷിസ്ഥലമൊക്കെ. SM കോളേജിലേക്ക് പോകുന്ന കുട്ടികൾ, കോളേജിലേക്ക് പോകുന്ന പിള്ളേരൊക്കെ ഉണ്ടാവും. അവർ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ആരും അറിയില്ല ഹെൽമെറ്റൊക്കെ ഇട്ടിരിക്കും. അവരിങ്ങനെ കയ്യിലിങ്ങനെ ആക്കും, ഇങ്ങനെ ആക്കും, ഇവിടെ വയ്ക്കും, അവിടെ വയ്ക്കും, ഇതൊക്കെ കാണും. അപ്പോൾ എന്നിട്ട് ഞാൻ ഒരു ദിവസം CIൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു. CI പറഞ്ഞ നല്ല ഒരു കാര്യം, നമ്മൾ പബ്ലിക്കായി പറഞ്ഞാൽ അവരെല്ലാവരും കൂടി നമ്മളെ അടിച്ച് കൊല്ലും. അപ്പോൾ ഇപ്പം അതൊക്കെയല്ലേ ഇപ്പോൾ ഇവിടെ നടക്കുന്ന നാടകങ്ങൾ. പല പ്രശ്നങ്ങളുണ്ടാവും, കൂട്ടത്തോട് തല്ലി. ഇന്ന് റിപ്പോർട്ടർ ചാനലിൽ ബീർ കുപ്പി കൊണ്ട് ഒരുത്തനെ കുത്തിക്കൊന്നു. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ ഈ കാര്യങ്ങൾ ലഹരിക്കെതിരെയായി നമ്മൾ ഇപ്പോൾ ഒരാളുടെ അടുത്ത് പറയുകയാണ് അബുഡേട്ട നിങ്ങൾ ഇങ്ങനെ ചെയ്തത് ശരിയല്ല എന്ന് അബുഡേട്ട അടുത്ത് പറയുന്നതിനേക്കാളും നല്ലത് അബുഡേട്ട ഇങ്ങനെയൊക്കെയാണ് എന്ന് അതിന് ഉദ്ദേശിക്കുന്ന ആളുകളെ കൊണ്ട് പറയുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. CI പറഞ്ഞ ആ കാര്യം വളരെ നല്ല രീതിയിൽ എടുക്കണം. പിന്നെ കുട്ടികളിലും ചെറുപ്പക്കാരിലും എല്ലാം ലഹരിയുണ്ട്. ഈ MDMA ആയാലും പിന്നെ കഞ്ചാവായാലും. MDMA എന്നൊക്കെ പറയുമ്പോൾ PG കോഴ്സ് പോലെയാണ് MDMA എന്നൊക്കെ പറഞ്ഞാൽ. ഞാനിതൊക്കെ വിചാരിച്ചത് എന്തുപോലെ PG കോഴ്സ് ആയിരിക്കുമെന്ന്. ഇത് ലഹരിയാണെന്നുള്ളത് പിന്നീടൊക്കെ മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നല്ലവരായ ചെറുപ്പക്കാർ വീട്ടിലിവിടെ പറഞ്ഞതുപോലെ മക്കളെ നല്ലോണം സ്നേഹിക്കാൻ ആദ്യമായി അച്ഛനും അമ്മയും പഠിക്കണം. ചില മക്കളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ വീട്ടിലുള്ളൊക്കെ അപ്പോൾ എന്തൊക്കെയാണ് ഈ ആ ചാനലിൽ നോക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്നു. ഒരു കുടുംബത്തിൽ 3 ആളിനെ കൊല്ലുക, അച്ഛനമ്മനെ കൊല്ലുക, ഭാര്യനെ കൊല്ലുക, അങ്ങനെ സഹോദരനെ കൊല്ലുക. ഇതൊക്കെ അതിൻ്റെ പിന്നിൽ ലഹരിയാണ്. അതും ഒരു ലഹരിയാണ് ഈ കൊല്ലൽ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് അതിന് സൗഹൃദവേദി മുൻകൈ എടുക്കുക. അവനവൻ്റെ വീടുകളിൽ നിന്നാണ് ഒരു അച്ഛനോ അമ്മയ്ക്കോ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ ഈ ലഹരി എന്താണ് എന്നുള്ള എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ എങ്ങനെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പോൾ പല രക്ഷിതാക്കളും പിന്നെ സ്കൂളിൽ പറയാറ് ടീച്ചർമാർക്ക് നോക്കിക്കൂടെ, അധ്യാപകർ നോക്കിക്കൂടെ എന്ന് പറയാറുണ്ട്. പക്ഷെ അതല്ല കാര്യം. അധ്യാപകർക്ക് ഇത്രയും 500, 2000, 1000 കുട്ടികളെ നോക്കാനൊന്നും കഴിയില്ല. ഒരു ക്ലാസ്സിൽ തന്നെ ഒരു 60 പേരോ 70 പേരുണ്ടാവും. അവരെയൊന്നും ദീർഘമായി നോക്കാനൊന്നും കഴിയില്ല. പക്ഷെ നമ്മുടെ വീടുകളിൽ
നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാൻ രക്ഷിതാക്കളാണ് വേണ്ടത്. പൂർണ്ണമായ ഉത്തരവാദിത്തം. ഒരു കുട്ടി ലഹരിക്ക് അടിമപ്പെട്ടാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്തം സമൂഹമോ ഒന്നുമല്ല, പിന്നെ അച്ഛനോ അമ്മയും രക്ഷിതാക്കൾ മാത്രമാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മുടെ വീടുകളിൽ നിന്ന് മാത്രമാണെന്നുള്ളതാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ വിവിധ തരം ലഹരി ഉപയോഗങ്ങളൊക്കെ ഉണ്ട്. അതിനൊരു കൂട്ടായ്മ നമുക്ക് അത്യാവശ്യമാണ്. നമ്മൾ ആലത്തൂർ സഹൃദയവേദി ഇതൊരു നല്ലൊരു വേദി സംഘടിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ അതിന് മുമ്പ് അത് അറിയുന്നില്ല. ടീനേജേഴ്സ് ആണ് ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു വളർന്നു വരുന്ന കുട്ടിയുടെ ഏറ്റവും അപകടകരമായ പ്രായം. ആ പ്രായത്തിലാണ് കുട്ടികൾ ഇത് അടിമപ്പെടുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, അനേക വർഷങ്ങൾക്ക് മുമ്പ്, ഇത് 50 വർഷം 60 വർഷം മുമ്പേ ഈ ലഹരി കച്ചവടം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നതാണ്. നമ്മുടെ ഒരു പ്രമുഖനായ മുൻ മന്ത്രിയുടെ മകൻ ഡൽഹിയിൽ വിട്ട് പഠിപ്പിച്ചിട്ട് അവിടെ ലഹരിക്ക് അടിമപ്പെട്ട് അവിടെ വെച്ച് മരിച്ചു പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. അന്നൊന്നും ലഹരിയെ പറ്റി ആരും പറയുന്നില്ല. പട്ടിക്കാട് ഒരു കുട്ടി മംഗലാപുരം മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്നു. അവൻ കുറേ അടിമപ്പെട്ട് വളരെ മോശമായ രീതിയിൽ വന്ന് അവൻ സ്കൂളിൽ ക്ലാസ്സിൽ പോകില്ല, മുറിയിൽ കിടന്ന് ലഹരി അടിച്ചു കിടന്ന് ആരോ പറഞ്ഞ് അറിയിച്ചവരെ പിതാവ് തന്നപ്പോൾ വളരെ മോശമായ രീതിയിൽ അവിടെ കിടക്കുന്നതാണ് കണ്ടത്. ആ കുട്ടി 6 മാസത്തിലധികം മിഷൻ ഹോസ്പിറ്റലിൽ കിടത്തി ചികിത്സിച്ചിട്ടാണ് നോർമലായത്. എനിക്ക് തന്നെയും ഇന്ന് ആ കുട്ടി അവർക്കും ലോകത്തിനും ഭാരമായിട്ടിരിക്കുകയാണ്. ഈ ലഹരി ഇന്ന് സ്കൂളുകളിലെല്ലാം വരുന്നുണ്ട്. സാധാരണ ചെറിയതായ കുട്ടികളൊക്കെ വളരെ ചെറിയ ലാഭത്തിന് വേണ്ടി ഇത് മീഡിയറ്റായിട്ട് പ്രവർത്തിച്ച്, ഇത് കാര്യമായിട്ട് പ്രവർത്തിച്ച് മറ്റു കുട്ടികൾക്ക് ഫ്രീ ആയിട്ടും തുടക്കത്തിൽ അങ്ങനെ അതിനെ അടിമപ്പെടുത്തി ക്രമേണ അവൻ പണം വീട്ടിൽ നിന്ന് എങ്ങനെയും സംഘടിപ്പിച്ച് അതിലേക്ക് അവൻ അടിമപ്പെട്ടവൻ ലോകത്തിന് കൊള്ളാത്തവനായി. ലഹരിക്കെതിരെയുള്ള വലിയ ബോധവൽക്കരണങ്ങൾ എല്ലാ കാലഘട്ടങ്ങളിലും നടക്കുന്നു. എന്നിട്ടും എന്തുകൊണ്ട് നമുക്ക് ലഹരിയെ പിടിച്ചു കെട്ടാൻ കഴിയുന്നില്ല എന്നുള്ളത് നമ്മൾ ലഹരിയുടെ ഭാഗത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരൗദ്യോഗിക പ്ലാറ്റ്ഫോമുകളും ലഹരിക്ക് വേണ്ടി സംസാരിക്കുന്നതില്ല. ലഹരി വിൽക്കുന്ന മദ്യക്കുപ്പികളിൽ പോലും ഈ മദ്യം ആരോഗ്യത്തിന് ഹാനികരം എന്ന് എഴുതിയിട്ട് ഒട്ടിച്ചിട്ടുള്ള കുപ്പികളിലാണ് മദ്യം വിൽക്കുന്നത്. ഒരൗദ്യോഗിക പ്ലാറ്റ്ഫോമുകളും ലഹരിക്ക് വേണ്ടി സംസാരിക്കുന്നില്ല. എന്നാൽ ഈ രാജ്യത്തിലെ എല്ലാ ഔദ്യോഗിക സംവിധാനങ്ങളും ഈ ലഹരിക്കെതിരെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് നമുക്ക് ലഹരിയെ മറികടക്കാൻ കഴിയുന്നില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യത്തിൽ നിന്ന് വേണം നമ്മൾ ഈ മദ്യത്തിനെതിരെയുള്ള ലഹരിക്കെതിരെയുള്ള ഇത്തരം ചർച്ചകളും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടത് കഴിയുന്നില്ല എന്നുള്ളത്, ഇപ്പോൾ ഇന്ത്യയുടെ തന്നെ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ളത് കേരളം അല്ല, യഥാർത്ഥത്തിൽ പഞ്ചാബാണ്. ഈ ലഹരിക്കെതിരെയുള്ള പല റിപ്പോർട്ടുകളും പഠിക്കുന്ന സമയത്ത് വളരെ പ്രധാനമായി പഠിച്ചുകൊണ്ടിരുന്ന ഒരു സംസ്ഥാനം എന്നുള്ളത് പഞ്ചാബാണ്. പഞ്ചാബിൽ വളരെ ഭയാനകമായ രീതിയിൽ ലഹരിയുടെ ഉപയോഗം വർദ്ധിക്കുകയും യുവാക്കളിൽ ഒരു 15-20% വരെ ലഹരി ഉപയോഗിക്കുന്ന തരത്തിലേക്ക് ആ സംസ്ഥാനം മാറുകയും അവിടുത്തെ തിരഞ്ഞെടുപ്പുകളിലൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഈ പ്രകടന പത്രികകളിൽ ലഹരിക്കെതിരെയുള്ള നിയമനിർമ്മാണങ്ങളോ അല്ലെങ്കിൽ നയങ്ങളോ രൂപീകരിക്കും എന്ന് എഴുതി വെക്കേണ്ട തരത്തിലെ പഞ്ചാബിൽ ഒരു സ്ഥിതി വളരെ ഭയാനകമായി മാറി. പിന്നീട് അത് പുറകോട്ട് വന്നത് അത് ഒരു സ്വാഭാവിക മൂവ്മെന്റ് ആയിട്ട് മാറുക. ഒരു ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉണ്ടായി വന്നിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒത്തൊരുമിച്ച്, ജനങ്ങൾ ഒത്തൊരുമിച്ച്, കർഷകരൊത്തൊരുമിച്ച് ഇത് ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ മടക്കിക്കൊണ്ടുവരണം എന്നുള്ള തരത്തിലുള്ള വളരെ സംഘടിതമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ട് പഞ്ചാബിൽ ഇത് വികസിച്ചു വന്നപ്പോഴാണ് അവിടുത്തെ ലഹരി ഉപയോഗം വളരെ കുറച്ചെങ്കിലും. കേരളത്തിലെ ലഹരിയുടെ ഒരു സ്വഭാവത്തിന് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു കാലത്ത് ഒരു 80കളിൽ 90കളിലൊക്കെ സിഗരറ്റ് വലിക്കുക എന്നുള്ളത് ഒരു പുരുഷത്വത്തിന്റെ പ്രതീകമായിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. ഞാനൊരു പുരുഷനാണെന്ന് തോന്നണമെങ്കിൽ ഞാനൊരു സിഗരറ്റ് ഇങ്ങനെ വലിക്കുന്ന കടകളുടെ ബാക്കിലോ ഇല്ലെങ്കിൽ മറ്റേ ഒക്കെ നിന്ന് സിഗരറ്റ് വലിക്കുക എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു പൗരുഷം എന്നുള്ളത്, പുരുഷത്വം എന്നുള്ള ഒരു ധാരണ നമുക്ക് ഒരു 90കളിലും ഒരു ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ
പിന്നെ അങ്ങനെ ഒരു സിഗരറ്റ് വലിക്കുന്ന ആരെയും നമുക്ക് ഇന്നിപ്പോൾ അധികം കാണാൻ കഴിയുന്നില്ല. ഏകദേശം മറ്റേ ബീഡി വ്യവസായവും സിഗരറ്റ് വ്യവസായവും ഒക്കെ പുറകോട്ട് പോകുന്ന തരത്തിലേക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ സിഗരറ്റിനെതിരെയുള്ള ഒരു വലിയ മൂവ്മെന്റ് ഉണ്ടായിട്ടൊന്നുമല്ല സിഗരറ്റിന്റെ വലിയ യുവാക്കളിൽ കുറഞ്ഞത്. പക്ഷെ അത് കുറയുമ്പോൾ മറ്റു ലഹരികളിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഇതിന്റെ അപകടകരമായിട്ടുള്ളത് ഉള്ള ഒരു സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ സംവിധാനങ്ങളിലേക്ക് മാറുന്നു. അപ്പം ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടം എന്ന് പറയുന്നത് ഒരു കുട്ടികളെയോട് നമ്മൾ സംവദിച്ചത് കൊണ്ടോ രക്ഷിതാക്കളെ നമ്മൾ അതിൻ്റെ ഒരു ഭാഗത്ത് നിർത്തിയത് കൊണ്ടോ ഒന്നും പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമല്ല. അത് പരിഹരിക്കണമെങ്കിൽ കോളേജുകളിൽ വ്യാപകമായിട്ടുള്ള നമ്മളൊക്കെ ഞെട്ടിച്ച ഒരു വാർത്ത ഒരു 3-4 മാസം മുൻപ് നമ്മൾ കാണുകയുണ്ടായി. ഹോസ്റ്റലിൽ ഈ കഞ്ചാവ് കൃത്യമായിട്ട് തൂക്കിയിട്ട് മറ്റേ പൈസ കൊടുത്ത് ഒരു മറ്റേ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി വേണ്ട കുട്ടികൾ എത്ര വേണമെന്നുള്ളത് മുൻകൂട്ടി പൈസ കൊടുത്ത് മറ്റേ ആ ലഹരി അതിന് കൃത്യമായി ത്രാസ് വെച്ച് ആ പൈസക്കനുസരിച്ച് തൂക്കി കൊടുക്കുന്ന തരത്തിലേക്ക് ഒരു കോളേജിലെ ഹോസ്റ്റൽ മാറുക. ഒരു കോളേജിന്റെ ഒരു ഔദ്യോഗിക ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വാർഡൻ ഉണ്ടാവും. ഒഫീഷ്യലി ഒരു കോളേജിലായാലും സ്കൂളിലെ ആയാലും ഒരു മാഷ് അവിടുത്തെ ചാർജുള്ള ഒരു വാർഡനാണ്. അപ്പൊ ഇത്തരം സംവിധാനങ്ങളൊക്കെ കേരളത്തിനകത്തുണ്ടാവുമ്പോൾ ഇതെല്ലാം മറികടന്ന് എങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം ഇവിടുത്തെ ഒരു മദ്യത്തിനും ഇവിടുത്തെ ഒരു ലഹരിക്കും അനുകൂലമായിട്ടുള്ള ഒരു സമൂഹമായിട്ട് ഒരു സംവിധാനങ്ങളായിട്ട് ഇത് മാറുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇവിടെ ഡോക്ടർ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൽ പെടുന്നതെല്ലാം ഏതെങ്കിലും ഒരു 5 കിലോ ഒരു 5 ഗ്രാം കൈവശം വെച്ച ആളോ 1 ഗ്രാം കൈവശം വെച്ച ആളോ 10 ഗ്രാം കൈവശം വെച്ച ആളുകളോ ആണ് ഇതിൽ പ്രധാനമായിട്ടുള്ള പ്രതികളായി. ഒരു അന്വേഷണങ്ങളും ഇതിന്റെ മുകളിലേക്ക് പോകാറില്ല. ഒരു അന്വേഷണങ്ങളും ഇതിന്റെ ഒരു 2ാം ഘട്ടമോ 3ാം ഘട്ടമോ ഈ മറ്റേ 5 ഗ്രാമോ 10 ഗ്രാമോ വെച്ച ആളുടെ കയ്യിലേക്ക് ഈ കഞ്ചാവ് എത്തുന്നത് ഇല്ലെങ്കിൽ ഈ MDMA എത്തുന്നത് ഒരു മാജിക്കലായിട്ട് ഉണ്ടാകുന്നതല്ല. അത് ഈ ഇവിടേക്ക് എങ്ങനെ വിതരണം ചെയ്യപ്പെടുന്നു എന്നുള്ളതോ അതിന്റെ വലിയ കണ്ണികളോ ഒന്നും ഈ മുഖ്യധാരയിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെടാത്തിടത്തോളം കാലം ഇതിന്റെ ഒരു സംവിധാനങ്ങൾ വളരെ കൃത്യമായി നമ്മൾ ഇതിന്റെ ഇടപെടലുകൾ നടത്താത്തിടത്തോളം കാലം രാഷ്ട്രീയ പാർട്ടികൾ അതിന്റെ ഒരു പ്രധാന അജണ്ടയിലേക്ക് ഈ വിഷയം കൊണ്ടുവരികയും അത് ചർച്ച ചെയ്യുകയും അത് സുതാര്യമായിട്ടുള്ള ചർച്ചകൾക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത് പഞ്ചാബിൽ ഉണ്ടായതുപോലെ ഒരു മൂവ്മെന്റായി മാറിക്കഴിഞ്ഞാൽ മാത്രമേ കേരളത്തിന് രക്ഷപ്പെടാൻ കഴിയുന്നു എന്നുള്ള അവസ്ഥയില്ല. അല്ലാതെ ഇതൊരു രക്ഷിതാക്കളുടെയോ വിദ്യാർത്ഥികളുടെയോ പ്രശ്നമല്ല എന്നും ഇതിനെ ഒരു വലിയ ഒരു സിസ്റ്റത്തിന്റെ പ്രശ്നമായി കൂടി അഡ്രസ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഒരു ക്ലബിന്റെ നേതൃത്വത്തിൽ ഞാൻ പറയുന്ന സമയത്ത് ഇപ്പോൾ പണ്ടൊക്കെ നമുക്ക് നമ്മുടെയൊക്കെ ഈ ആലത്തൂർ മേഖലകളിലൊക്കെ ഫുട്ബോൾ പോലെയുള്ള അല്ലെങ്കിൽ യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടായി. ഇന്ന് യുവാക്കൾക്ക് അത്തരം മേഖലകളില്ലാതെ കുട്ടികൾ മൊബൈൽ ഫോൺ നോക്കുന്നു നമ്മൾ കുറ്റം പറയുന്ന സമയത്ത് അല്ലെങ്കിൽ അവരെ നമ്മൾ മാറ്റി നിർത്തുന്ന സമയത്തുള്ളൊരു വേറൊരു പ്രശ്നം അവർക്ക് കളിക്കാൻ കളിയിടങ്ങളില്ല. നമ്മളവരെ കളിയിടങ്ങളിലേക്ക് വിടുന്നില്ല. രക്ഷിതാക്കൾ തന്നെ പറയുന്നത് കളിക്കാൻ പോകണ്ടാണ്, വീട്ടിന്റെ പുറത്തേക്ക് നീ പോകണ്ട, അതിൻ്റെ അകത്ത് തന്നെ ഇരുന്നോന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്. അപ്പൊ കളിയിടങ്ങളില്ല, പൊതു കളികളില്ല, പൊതുവായിട്ടുള്ള ഇടങ്ങളില്ല, പൊതുവായിട്ടുള്ള വായനശാലകള് ഒരു ഒരു സങ്കുചിതമായിട്ടുള്ള ചിന്തകൾക്കപ്പുറത്തേക്ക് വിശാലമായി ചിന്തിക്കാൻ കഴിയുന്ന വായനയുടെ ഇടങ്ങളില്ല എന്നൊക്കെയുള്ള അതിപ്രധാനപ്പെട്ട ഒരു പ്രശ്നം കൂടി ഇതിൽ അഡ്രസ് ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ്. യുവാക്കൾക്ക് ഒരു പൊതുമേഖലകളും പൊതു ഇടങ്ങളും അവർക്ക് വിനോദത്തിന്റെയും വിജ്ഞാനത്തിന്റെയും മേഖലകൾ തുറന്നു കൊടുക്കുക കൂടി ചെയ്യുമ്പോഴാണ് അവർ ഈ വാട്സപ്പിൽ നിന്നൊക്കെ പുറത്തേക്ക് വരിക. ഒരു വായനകളുടെ പുസ്തകങ്ങളുടെ ഒരു ലോകത്തേക്ക് കുട്ടികളെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. ഫുട്ബോളിന്റെയും ക്രിക്കറ്റിന്റെയും മറ്റ് സ്പോർട്സിന്റെയും ഒക്കെ കളികളിലേക്ക് കുട്ടികളെ നമ്മൾ ആകർഷിക്കേണ്ടതുണ്ട്. ഇത്തരം ഒരു എല്ലാ തരത്തിലേക്കുമുള്ള ഒരു മാറ്റത്തിലേക്ക് ഒരു സമൂഹം മാറുമ്പോഴേ നമുക്ക് ഇതിനെ അഡ്രസ് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളത് കൂടി ഞാൻ സൂചിപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ഒരു വലിയ പോരാട്ടത്തിന് ആലത്തൂർ സൗഹൃദവേദി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ ഇവിടെ സംഘടിപ്പിക്കുന്നു എന്ന് അറിയിച്ചപ്പോൾ ഇവിടുത്തെ ജനങ്ങളോട് ചേർത്ത് പിടിക്കുന്ന ഇവിടുത്തെ പ്രധാനപ്പെട്ട ക്ലബ്ബുകളും സംഘടനകളും വലിയൊരു പിന്തുണയാണ് സൗഹൃദവേദിക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ റാലിയും അതുപോലെ ഈ വിജയിപ്പിക്കുന്നതിൽ വലിയൊരു പങ്ക് ഇവിടുത്തെ ക്ലബ്ബുകൾക്കും അതുപോലെ മറ്റ് സംഘടനകൾക്കും ഉണ്ട്. അവരെ നന്ദി രേഖപ്പെടുത്തുകയാണ്.
ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് എന്നും ലഹരിക്ക് വേണ്ടി ആലത്തൂര് എല്ലാ വേദിയിലും വലിയ മുഖ്യ പ്രഭാഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആലത്തൂർ പോലീസ് സ്റ്റേഷനിലെ CI ഉണ്ണികൃഷ്ണൻ സാറാണ്. അദ്ദേഹത്തിന് ആദ്യമായി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ ഈ പരിപാടിക്ക് സ്വാഗതം പറഞ്ഞത് ശ്രീ അബ്ദുൾ റഹ്മാൻ ഹസനാറാണ്. ഈ സൗത്ത് വേദിയുടെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഒരാഴ്ച കാലത്തോളം ഇതിൻ്റെ പുറകിലാണ്. ഇതെങ്ങനെ വിജയിപ്പിക്കാം, എന്ത് ചെയ്യാം, ഒരുപാട് മീറ്റിങ്ങുകളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് പൂർണ്ണമായും ഇതിൻ്റെ പിന്നിലായിരുന്നു. അതിൻ്റെ റിസൾട്ടാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിന് സൗത്ത് വേദിയിലെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ രവികുമാർ സാറാണ്. ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്കൂളുകളും മറ്റ് കാര്യങ്ങളെല്ലാം ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്നതിന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ പരിപാടികൾക്ക് ആശംസ അറിയിച്ച നമ്മുടെ ഇവിടുത്തെ ശ്രീ മുസ്തഫ, പ്രസിഡന്റ് ആലത്തൂർ ബിസിനസ് ക്ലബ്ബ്, എല്ലാ പരിപാടികളിലും ക്ഷണിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വരും. നല്ല രീതിയിൽ നല്ല പ്രഭാഷണം ചെയ്യും. അദ്ദേഹത്തിനും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ SNDPന്റെ ഇവിടുത്തെ സെക്രട്ടറി വിശ്വനാഥനുണ്ട്. അദ്ദേഹം അതുപോലെ തന്നെ എല്ലാ പരിപാടികളിലും ക്ഷണിച്ചാൽ അവിടെ എത്തുകയും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള പ്രഭാഷണം ചെയ്യുകയും വളരെ നല്ല രീതിയിൽ സംസാരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ ശ്രീ ജയബാലൻ ഭാവന ക്ലബിൻ്റെ സെക്രട്ടറിയാണ്. ആലത്തൂരിലെ ഒരു പ്രധാനപ്പെട്ട ക്ലബ്ബാണ് ഭാവന കലാസമിതി. അദ്ദേഹം ഇവിടെ വന്ന് ആശംസ അറിയിച്ചിരുന്നു. അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ ലയൺസ് ക്ലബിൻ്റെ അംഗം ഡോക്ടർ പോൾ വർഗീസ്, അദ്ദേഹം എല്ലാ പരിപാടികളിലും നല്ല രീതിയിൽ പ്രഭാഷണം ചെയ്യുകയും അതുപോലെ ജനങ്ങളെ ആകർഷിക്കുന്ന വിധത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ ഗോൾഡൻ ക്ലബ്ബ് പ്രൊഫസർ രഞ്ജിത്ത്, അദ്ദേഹം നമ്മുടെ സൗത്ത് വേദിയിലെ എക്സിക്യൂട്ടീവ് അംഗമാണ്. അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ ഇതിൻ്റെ ട്രഷറർ നമ്മുടെ ജെയിംസ് ഏട്ടൻ, അദ്ദേഹം ഈ പരിപാടി തുടങ്ങിയത് മുതൽ എന്നും എന്നെ വിളിക്കും, ശശി എന്താണെന്ന് നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്നും ഇതേ കാര്യങ്ങൾ തന്നെയാണ്. അദ്ദേഹമാണ് ഈ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള നോട്ടീസും ഇവിടെ വിതരണം ചെയ്യാനുള്ള മുൻപിൽ നിന്ന് നോട്ടീസ് അടിച്ചു തരികയും മുന്നിൽ നിന്ന് വിതരണം ചെയ്യുകയും ചെയ്തത്. അദ്ദേഹത്തിനും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ ഈ പരിപാടിയിൽ സഹായിച്ചവരും ഒരുപാടുണ്ട്. അതിൽ പ്രധാനമായും നമുക്ക് ഇവിടുത്തെ സ്റ്റേജും അതുപോലെ ചെയറും സ്പോൺസർ ചെയ്തിരുന്ന സോഡിയാക് യൂണിറ്റ് ആലത്തൂർ ഫിറോസ് MH ആണ്. അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ NCC, സ്കൗട്ട്, ഗൈഡ്സ്, SPC വളണ്ടിയേഴ്സ്, അവരാണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ ആകർഷണം. ഈ മഴ വന്ന സമയത്തും വളരെ നേരത്തെ തന്നെ എത്തി ഈ പരിപാടി വിജയിക്കുന്നതിന് വേണ്ടി സ്വാതി ജംഗ്ഷൻ ഇതുവരെ നമ്മോടൊപ്പം നടക്കുകയും നല്ല രീതിയിൽ വളരെ അച്ചടക്കത്തോടു കൂടി നടന്ന ആ കുട്ടികൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ മീഡിയ സപ്പോർട്ട് സ്പീക്കപ്പ് സത്താർ ഇരട്ടക്കുളം, അദ്ദേഹമാണ് നമ്മുടെ ഇതിൻ്റെ പബ്ലിസിറ്റിക്ക് മറ്റുള്ള പരിപാടികളെല്ലാം ചെയ്തത്. അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ പരിപാടി കാലത്ത് മുതൽ അനൗൺസ് ചെയ്തതുകൊണ്ട് നമ്മുടെ ടൗണിൽ അനൗൺസ് ചെയ്തിരുന്ന ഉസ്മാൻ മാളിപ്പറമ്പ്, ഫാസിൽ മജീദ് എന്നിവർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ ഈ പരിപാടിക്ക് നമുക്ക് സൗണ്ട് മൈക്ക് തന്ന താഹിറ ലൈറ്റ് ആൻഡ് സൗണ്ടിനും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ ഈ പരിപാടിയിലെ വളണ്ടിയേഴ്സിനെ നിയന്ത്രിച്ച ബഷീർ മാളികപ്പറമ്പ്, മഷൂർ അബ്ദുൾ ജാഫർ എന്നിവർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇതിൻ്റെ മുഖ്യ ആകർഷണമായ നമ്മുടെ ബാൻഡ് ചെണ്ടമേളം ചെയ്ത അഭിലാഷൻ പാർട്ടിക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതിലുപരി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മാന്യ വ്യക്തിത്വങ്ങളും എല്ലാവർക്കും, ഇവിടെ ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ബിസിനസ് ആൾക്കാർക്കും എല്ലാവർക്കും കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.